നമ്മൾ ഇനി പറയാൻ പോകുന്ന കുറച്ച് ലെക്ചേഴ്സിൽ റിലേറ്റീവ് മോഷനെ കുറിച്ചാണ് സംസാരിക്കുക. അപ്പം റിലേറ്റീവ് മോഷനുണ്ട്, റിലേറ്റീവ് വെലോസിറ്റി ഉണ്ട്, റിലേറ്റീവ് ആക്സിലറേഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റത്തെ വീഡിയോ ആണ് റിലേറ്റീവ് വെലോസിറ്റി. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നീറ്റിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. റിലേറ്റീവ് മോഷൻ ഉപയോഗിച്ച് നീറ്റിലെ 4 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് ഈ ലെക്ചർ വീഡിയോ വഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചതിൽ നമ്മൾ പഠിച്ചപ്പോഴൊക്കെ ഗ്രൗണ്ട് ഫ്രെയിമിൽ നിന്നായിരുന്നു. ഫ്രെയിം ഗ്രൗണ്ടിലായിരുന്നു വെച്ചത്. ഗ്രൗണ്ട് ഫ്രെയിമിലായി കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? ഫ്രെയിമിന്റെ വെലോസിറ്റി 0 ആണ്. കാരണം ഗ്രൗണ്ട് നീങ്ങൂലല്ലോ. ഫ്രെയിം ഗ്രൗണ്ടിലാണ് വെച്ചതെങ്കിൽ ഫ്രെയിമിന്റെ വെലോസിറ്റി 0 ആയിരിക്കും. ഇനി നമ്മൾ റിലേറ്റീവ് മോഷനിൽ പഠിക്കുമ്പോൾ നമ്മുടെ ഫ്രെയിം വെച്ചത് ഒരു മൂവിങ് ഫ്രെയിമിലാണ്. മൂവിങ് ഫ്രെയിമാണ് ഇവിടെ ഉണ്ടാവുക. മൂവിങ് ഫ്രെയിം ആവാനുള്ള കാരണം എന്താണ്? ഫ്രെയിം വെച്ചത് ഒരു മൂവിങ് പാർട്ടിക്കിളിന്റെ മേലെയാണ്. ഒരു മൂവിങ് പാർട്ടിക്കിളിന്റെ മേലെ ഫ്രെയിം വെക്കുമ്പോൾ നമ്മുടെ ഫ്രെയിം എന്താവും? മൂവ് ചെയ്യും. അപ്പോൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെലോസിറ്റി, ഫ്രെയിമിന്റെ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ ഗ്രൗണ്ട് ഫ്രെയിമിൽ വെക്കുമ്പോൾ ഫ്രെയിം റെസ്റ്റിലായിരുന്നു. ഇനി നമ്മൾ ഫ്രെയിം മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഓക്കെ, നമുക്കത് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇവിടെ ഒരു പാർട്ടിക്കിൾ എ ഉണ്ട്. ഇതാണ് പാർട്ടിക്കിൾ എ. ഇവിടെ നേരെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വേറൊരു പാർട്ടിക്കിൾ ഉണ്ട്. അതാണ് നമ്മുടെ പാർട്ടിക്കിൾ ബി. ഇത് നമ്മളൊരു ഗ്രൗണ്ട് ഫ്രെയിമിൽ നിന്ന് നോക്കുകയാണ്. അപ്പോൾ ഇത് ഒരു ഗ്രൗണ്ടിലാണ് ഇത് വെച്ച്. ഇത് ഒറിജിനാണ്, ഇത് ഗ്രൗണ്ടിലാണുള്ളത്. സോ ഈ പാർട്ടിക്കിൾ എക്ക് ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ അതിൻ്റെ പൊസിഷൻ ഒറിജിനാണ്. പാർട്ടിക്കിൾ ബിക്ക് അതേപോലെ ഒരു പൊസിഷൻ ഉണ്ട്. ഇത് നമ്മൾ 0 സെക്കൻഡിലാണ് ഈ കാര്യം പറയുന്നത്. 0 സെക്കൻഡ്. ഇതേ സംഭവം നമ്മൾ ഒരു മൂവിങ് ഫ്രെയിമിൽ വെച്ച് നോക്കുകയാണ്. സോ മൂവിങ് ഫ്രെയിമിൽ വെച്ച് നോക്കുക എന്ന് പറയുമ്പോൾ ഒരു മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ മേലെ വെക്കണം. ഇവിടെ പാർട്ടിക്കിൾ എ മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു മൂവിങ് ഫ്രെയിം നമ്മുടെ പാർട്ടിക്കിൾ എന്റെ മേലാണ് വെക്കുക. സോ ഇവിടെ മൂവിങ് ഫ്രെയിം വെച്ചിരിക്കുന്നത് ഈ പാർട്ടിക്കിൾ എന്റെ മേലെ, കാരണം എ ആണ് മൂവ് ചെയ്യുന്നത്. സോ ഇവിടെ പാർട്ടിക്കിൾ എ ഒറിജിനലാണ്, പാർട്ടിക്കിൾ ബി ഇതേപോലൊരു പൊസിഷനിലുണ്ട്. ഇത് ഗ്രൗണ്ട് ഫ്രെയിമാണ്. ഇത് മൂവിങ് ഫ്രെയിമാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ dt സെക്കൻഡ്സ്, ഒരു dt സെക്കൻഡ് കഴിയുമ്പോൾ നമ്മുടെ എ കുറച്ച് മുമ്പോട്ട് പോയെന്ന് വിചാരിക്കാം. സോ എ കുറച്ച് മുമ്പോട്ട് പോയി. ഇപ്പോൾ എ ഉള്ളത് ഇവിടെയാണ് വിചാരിക്കുക. ഈ മുമ്പോട്ട് പോയി. നമ്മുടെ ഗ്രൗണ്ട് ഫ്രെയിം മുമ്പോട്ട് പോവോ? ഇല്ല. കാരണം ഗ്രൗണ്ട് ഫ്രെയിം നമ്മൾ ഗ്രൗണ്ടിൽ കുഴിച്ച് വെച്ചിരിക്കുകയാണ്. അത് എങ്ങോട്ട് പോകുന്നില്ല, ഗ്രൗണ്ടിലാണ് വെച്ചത്. അത് ഗ്രൗണ്ട് ഫ്രെയിമിന്റെ വെലോസിറ്റി 0 ആണ്. സോ ഗ്രൗണ്ട് ഫ്രെയിം ഇപ്പോഴും അതേ സ്ഥലത്ത് തന്നെ ഉണ്ടാവാം. സോ അത് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, സോ ഗ്രൗണ്ട് ഫ്രെയിം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പാർട്ടിക്കിൾ എ മുമ്പോട്ട് നീങ്ങിയിട്ടുണ്ട്. ആ മുമ്പോട്ട് നീങ്ങിയ ദൂരം dxa ആണെന്ന് നിങ്ങൾ പറയാം. dxa ആണെന്ന് പറയാം. ഓക്കെ, ഈ dxa ഓഫ് കോഴ്സ് വളരെ ചെറുതായിരിക്കും. ഒരു dt സെക്കൻഡിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് വളരെ ചെറുതായിരിക്കും. പക്ഷെ ഞാനത് എക്സാജറേറ്റ് ചെയ്ത് വരികയാണ്. ഇനി അതേ സമയത്ത് നമ്മുടെ പാർട്ടിക്കിൾ ബിന്റെ പൊസിഷൻ എവിടെയായിരിക്കും ഉണ്ടാവാം? പാർട്ടിക്കിൾ ബിന്റെ പൊസിഷൻ ഇവിടെ തന്നെ ആയിരിക്കും. നേരത്തെ എവിടെയാണ് ഉണ്ടായത്? ഇവിടെ തന്നെ. സോ പാർട്ടിക്കിൾ എ ഗ്രൗണ്ട് ഫ്രെയിമിന് മുമ്പോട്ട് പോയി, പക്ഷെ പാർട്ടിക്കിൾ ബി അവിടെ തന്നെയാണുള്ളത്. അതിന്റെ പൊസിഷൻ മാറിയിട്ടില്ല. പാർട്ടിക്കിൾ ബി ഇവിടെയാണ്. അതായത് പാർട്ടിക്കിൾ ബി റെസ്റ്റിലാണ്. ഓക്കെ, സോ ഗ്രൗണ്ട് ഫ്രെയിമിൽ നോക്കുമ്പോൾ പാർട്ടിക്കിൾ എന്റെ വെലോസിറ്റി എന്താ ഉണ്ടാവാം? പാർട്ടിക്കിൾ എന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ എന്റെ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. സോ പാർട്ടിക്കിൾ എ ആദ്യം 0 ഉണ്ടായത്. ഇപ്പോൾ അത് dxa ഡിസ്പ്ലേസ്മെന്റ് മുമ്പോട്ട് പോയി. സോ പാർട്ടിക്കിൾ എന്റെ ഡിസ്പ്ലേസ്മെന്റ് dxa. എത്ര സമയം എടുത്തു അതിന്? dt സമയം. സോ ഗ്രൗണ്ട് ഫ്രെയിമിൽ
വി എ ഇസ് ഈക്വൽ ടു ഡി എക്സ് എ ബൈ ഡി ടി എന്ന് പറയും. ഇനി വി ബി എത്രയാണെന്നാ പറയാം? വി ബി നമ്മൾ പറയാം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബി. പാർട്ടിക്കിൾ ബി ഈ പൊസിഷനിലാണുള്ളത്, കുറച്ച് കഴിഞ്ഞപ്പോൾ പാർട്ടിക്കിൾ ബി അതേ പൊസിഷനിലാണുള്ളത്. പാർട്ടിക്കിൾ എ മാത്രമാണ് മുമ്പോട്ട് നീങ്ങിയിരിക്കുന്നത്. സോ പാർട്ടിക്കിൾ ബിന്റെ വെലോസിറ്റി 0 ആണ്. അതായത് 0/dt എന്ന് പറയുമ്പോൾ 0. ക്ലിയർ? ഇനി നമ്മൾ ഇതേ സംഭവം നമ്മളൊരു മൂവിങ് ഫ്രെയിം വെച്ച് നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ എവിടെ വെച്ചിട്ടാണ്? ഗ്രൗണ്ട് ഫ്രെയിമിലാണ് പറഞ്ഞതൊക്കെ. ഇനി നമ്മളിതൊരു മൂവിങ് ഫ്രെയിമിൽ പറയാണ്. മൂവിങ് ഫ്രെയിം. മൂവിങ് ഫ്രെയിം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പാർട്ടിക്കിൾ എന്റെ മേലാണ് നമ്മൾ മൂവിങ് ഫ്രെയിം വെച്ചിരിക്കുന്നത്. സോ പാർട്ടിക്കിൾ എന്റെ മേലാണ് നമ്മളൊരു മൂവിങ് ഫ്രെയിം വരയ്ക്കാം. സോ പാർട്ടിക്കിൾ എന്റെ മേലെ നമ്മളൊരു മൂവിങ് ഫ്രെയിം വരയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് പാർട്ടിക്കിൾ എന്റെ വെലോസിറ്റി ഈ മൂവിങ് ഫ്രെയിം പ്രകാരം 0 ആണ്. കാരണം എന്താ? ഈ മൂവിങ് ഫ്രെയിമിൽ 0 സെക്കൻഡിൽ പാർട്ടിക്കിൾ എ ഉണ്ടായത് ഒറിജിനിലാണ്. ഇതേ മൂവിങ് ഫ്രെയിമിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടും നമ്മുടെ പാർട്ടിക്കിൾ എ എവിടെ ഉള്ളത്? ഒറിജിൻ തന്നെയാണ്. അവിടെ പാർട്ടിക്കിൾ എന്റെ തന്റെ മേലല്ലേ ഒറിജിൻ ഉള്ളത്. പാർട്ടിക്കിൾ എ എങ്ങോട്ടാ പോണത്? അവിടെയൊക്കെ എന്തുണ്ടാവും? ഒറിജിൻ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾ എന്റെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. സോ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം 0/ടൈം ആകുമ്പോൾ 0 ആണ്. ക്ലിയർ? ഇനി പാർട്ടിക്കിൾ ബിന്റെ വെലോസിറ്റി എന്താവും? പാർട്ടിക്കിൾ ബിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ പാർട്ടിക്കിൾ എ ഇങ്ങനെ പാർട്ടിക്കിൾ എ മുമ്പോട്ട് നീങ്ങുമ്പോൾ പാർട്ടിക്കിൾ ബി അതേ ഡിസ്റ്റൻസ് ബാക്കോട്ട് നീങ്ങിണ്ടാവും ഈ മൂവിങ് ഫ്രെയിം പ്രകാരം. സോ പാർട്ടിക്കിൾ ബിന്റെ ഡിസ്പ്ലേസ്മെന്റ് വരാം -dxa/dt ആണ്. സോ dxa/dt വി എ ആകുമ്പോൾ -dxa/dt എന്ന് പറയുന്നത് -va എന്നാണ്. -va. സോ ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, സാർ അതെങ്ങനെയാണ് പോസിബിൾ ആവുക? ഈ ഫ്രെയിം എ dxa ഡിസ്റ്റൻസ് മൂവ് ചെയ്ത് വെച്ചിട്ട് പാർട്ടിക്കിൾ ബി dxa ഡിസ്റ്റൻസ് ഈ ഫ്രെയിം പ്രകാരം എങ്ങനെയാണ് ബാക്കോട്ട് വരിക എന്നുള്ള കാര്യം സംശയം ഉണ്ടാവും. അത് ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഒരു 0 സെക്കൻഡിൽ ഇവിടെ 2 പാർട്ടിക്കിൾ ഉണ്ട്. ഇവിടെ പാർട്ടിക്കിൾ എ, പാർട്ടിക്കിൾ ബി. ഈ പാർട്ടിക്കിൾ എ ഇങ്ങനെ 2 മീറ്റർ പെർ സെക്കൻഡിലാണ് പോകുന്നത്. ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3. പാർട്ടിക്കിൾ ബി ഉള്ളത് ഒരു പൊസിഷൻ 3-ലാണ്. ഓക്കെ. കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിക്കിൾ എ 2 മീറ്റർ മുമ്പോട്ട് വരും. അതായത് ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ 2 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ പാർട്ടിക്കിൾ എന്റെ വെലോസിറ്റി. സോ ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ പാർട്ടിക്കിൾ എ 2 മീറ്റർ മുമ്പോട്ട് നീങ്ങും. സോ ആദ്യം 0, പിന്നെ ഇവിടെ 1, ഇവിടെ 2. അപ്പോൾ പാർട്ടിക്കിൾ എ ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും. ഇവിടെയാണ് പാർട്ടിക്കിൾ എ ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ ഉണ്ടാവും. ആ സമയത്ത് നമ്മുടെ പാർട്ടിക്കിൾ ബി ഇവിടെ തന്നെയാണ് അല്ലെ. പാർട്ടിക്കിൾ ബി റെസ്റ്റിലാണ്. പാർട്ടിക്കിൾ ബി എങ്ങോട്ടും പോയിട്ടില്ല. സോ പാർട്ടിക്കിൾ ബിന്റെ പൊസിഷൻ ഇപ്പൊ എത്രയായി? ഇവിടെ ഇപ്പൊ പൊസിഷൻ 1 ആയി. കാരണം ഈ ഫ്രെയിം മുമ്പോട്ട് നീങ്ങി. സോ ഈ പാർട്ടിക്കിൾ ബിന്റെ വെലോസിറ്റി ഈ ഫ്രെയിം എയിൽ വെച്ച ഗ്രൗണ്ട് ഫ്രെയിമിൽ വെച്ച ഈ മൂവിങ് ഫ്രെയിം ആയിട്ടുള്ള പാർട്ടിക്കിൾ എയിൽ വെച്ച ഫ്രെയിം പ്രകാരം നമ്മുടെ പാർട്ടിക്കിൾ ബിന്റെ വെലോസിറ്റി ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ 1 - 3. അതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഡിവൈഡ് ബൈ എത്ര സമയം എടുത്തത്? 1 സെക്കൻഡ് എടുത്തത് അല്ലേ. സോ 1 - 3 എന്ന് പറയുമ്പോൾ -2/1 എന്ന് പറയുമ്പോൾ -2. സോ ഈ പാർട്ടിക്കിൾ എ 2 മീറ്റർ പെർ സെക്കൻഡ് പോയപ്പോൾ നമ്മുടെ പാർട്ടിക്കിൾ ബി -2 മീറ്റർ പെർ സെക്കൻഡ് പോയി. ഗ്രൗണ്ട് ഫ്രെയിമിൽ പോയിട്ടില്ല, പക്ഷേ നമ്മുടെ മൂവിങ് ഫ്രെയിമിൽ -2 മീറ്റർ പെർ സെക്കൻഡ് പോയി. ഗ്രൗണ്ട് ഫ്രെയിമിൽ പാർട്ടിക്കിൾ എ 2 മീറ്റർ പെർ സെക്കൻഡ് പോയി, പക്ഷേ ഈ മൂവിങ് ഫ്രെയിമിൽ പാർട്ടിക്കിൾ എന്റെ വെലോസിറ്റി 0-യുമാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് മനസ്സിലായ കാര്യം, ഒരു ഫ്രെയിം നമുക്ക് മനസ്സിലായ കാര്യം ഞാനിപ്പോൾ ഇവിടെ പറയാം. നമുക്കൊരു ഫ്രെയിം ഒരു പാർട്ടിക്കിളിന്റെ മേലെ വെച്ചിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഫ്രെയിം പ്രകാരം ആ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി 0 ആണ്. വേറെ ഏതെങ്കിലും പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഇതിന്റെ വെലോസിറ്റി സബ്ട്രാക്ട് ചെയ്യണം അതിന്റെ വെലോസിറ്റിയിൽ നിന്ന്. ഓക്കെ. ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ ബി, if particle B already has some velocity VB according to ground frame.
ഗ്രൗണ്ട് ഫ്രെയിം പ്രകാരം പാർട്ടിക്കിൾ ബിക്ക് ഓൾറെഡി വെലോസിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ കേസിൽ പാർട്ടിക്കിൾ ബി എപ്പോഴും റെസ്റ്റിലായിരുന്നു. പക്ഷേ ഇനി ഗ്രൗണ്ട് ഫ്രെയിം പ്രകാരം പാർട്ടിക്കിൾ ബിക്ക് ഓൾറെഡി വെലോസിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം. സോ ഇവിടെ പാർട്ടിക്കിൾ ബി ഉണ്ട്, അതിന് ഓൾറെഡി ഒരു വെലോസിറ്റി ഉണ്ട്, എന്ത് വി ബി ഉണ്ട്, ഓൾറെഡി ഉണ്ട്. എന്നിട്ട് നമ്മൾ ഈ പാർട്ടിക്കിൾ എന്റെ മേലിൽ നിന്ന് ഇതിന്റെ വെലോസിറ്റി നോക്കാണ്. പാർട്ടിക്കിൾ എന്റെ മേലിൽ നിന്നും പാർട്ടിക്കിൾ ബിന്റെ വെലോസിറ്റി നോക്കാണ്. അപ്പൊ എന്താ സംഭവിക്കാം? എക്ക് വി എ വെലോസിറ്റി ഉണ്ടെങ്കിൽ ആ വി എ വെലോസിറ്റി സബ്ട്രാക്ട് ചെയ്തിട്ട് വേണം കാണാൻ. സോ പാർട്ടിക്കിൾ ബിന്റെ വെലോസിറ്റി എന്തുണ്ടാവും? ഇങ്ങോട്ടേക്ക് വി എ വെലോസിറ്റി ഉണ്ടാവും. നമ്മൾ പഠിച്ചില്ലേ, റെസ്റ്റിലാവുമ്പോൾ വി ബി മൈനസ് വി ആണ്. പാർട്ടിക്കിൾ ബി മൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വി എ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ടാവും. സോ ഇവിടെ നെറ്റ് വെലോസിറ്റി എന്താവും? നെറ്റ് വെലോസിറ്റി വി ബി മൈനസ് വി എ എന്നുണ്ടാവും. ഇതാണ് നെറ്റ് വെലോസിറ്റി. നെറ്റ് വെലോസിറ്റി ഓൺ ബി ഈസ് ഈക്വൽ ടു വി ബി മൈനസ് വി എ. വി ബി വലത്തോട്ടുണ്ട്, ഗ്രൗണ്ട് പാർട്ടിക്കിൾ എ മൂവ് ചെയ്യുന്നത് കാരണമായിട്ട് വി എ ഇടത്തോട്ടുണ്ട്. സോ വി ബി മൈനസ് വി എ. ഇതിനെ നമ്മൾ ഇങ്ങനെ വെലോസിറ്റി ഓഫ് ബി റിലേറ്റീവ് ടു എ ഈസ് ഈക്വൽ ടു വി ബി മൈനസ് വി എ എന്ന് പറയും. വെലോസിറ്റി ഓഫ് ബി റിലേറ്റീവ് ടു എ. റിലേറ്റീവ് ടു എ എന്ന് പറഞ്ഞാൽ എന്റെ മേലെ ഒരു ഫ്രെയിം വെച്ച് നോക്കിയിട്ട് വേവ് ഫ്രെയിം വെച്ചിട്ട് ബിനെ നോക്കിക്കഴിഞ്ഞാൽ ബിന്റെ വെലോസിറ്റി വി ബി മൈനസ് വി എ ആണ്. റിലേറ്റീവ് ടു എ അത് നമ്മൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വരും. വെലോസിറ്റി ഓഫ് ബി റിലേറ്റീവ് ടു എ ഈസ് ഈക്വൽ ടു വി ബി മൈനസ് വി എ. വി ബി മൈനസ് വി എ. നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, വെറുതെ നമ്മളൊരു പാർട്ടിക്കിൾ വരച്ച് അതിന് ഇങ്ങനെ 3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാർട്ടിക്കിൾ എ, ഇന്ന് 3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് വെലോസിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു 3 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. ഈ വെലോസിറ്റി നമ്മൾ എവിടുന്നാണ് പറയുന്നത്? ഇത് നമ്മൾ പറയുന്നത് ഗ്രൗണ്ട് ഫ്രെയിമിൽ നിന്നാണ്. ഗ്രൗണ്ട് ഫ്രെയിമിൽ നിന്നാണ് ഈ 3 മീറ്റർ പെർ സെക്കൻഡ് പറയുന്നത്. ഇനി നമ്മൾ വേറെ എവിടെയും നോക്കുമ്പോൾ, ഇപ്പം ഇവിടെ വേറൊരു പാർട്ടിക്കിൾ ഉണ്ട്, ഇത് പാർട്ടിക്കിൾ ബി ആണ്, അത് മൂവ് ചെയ്യാണ്. അതിൽ നിന്ന് നോക്കുമ്പോൾ എനെ നോക്കുമ്പോൾ നമ്മൾ എന്താ പറയാ? ഇത് മൂവ് ചെയ്യാണ്. അത് എന്റെ വെലോസിറ്റി എന്താ പറയാ? വെലോസിറ്റി ഓഫ് എ റിലേറ്റീവ് ടു ബി. ബി പ്രകാരം എന്റെ വെലോസിറ്റി. സോ അത് വി എ ബി എന്ന് പറയാം. ഇത് വെറും വി എ എന്ന് പറയാം. വെറും വി എ എന്ന് പറഞ്ഞാൽ അത് ഗ്രൗണ്ടിൽ നിന്നാണ്. വി എ ബി എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്ന വേറൊരു പാർട്ടിക്കിൾ റിലേറ്റീവ് ആയിട്ട് ഇതിന്റെ വെലോസിറ്റി. ഓക്കെ. സോ വെലോസിറ്റി നമ്മൾ എവിടെ നിന്ന് നോക്കുന്നു, ഏത് മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ആണോ മൂവ് ചെയ്യാത്ത ഒബ്ജക്റ്റ് ആണോ എന്ന് ബേസ് ചെയ്തിട്ട് വെലോസിറ്റി മാറും. ഒരു ഇൻഡ്യൂറ്റീവ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നോക്കാം. ഇത് ഞാൻ എൻ്റെ വൈഫും ഡിസ്കസ് ചെയ്ത് കണ്ടെത്തിയ ഒരു മെത്തേഡാണ്. ഇതേ സംഭവം ഇൻഡ്യൂറ്റീവ് ആയിട്ട് പറയാം. റിലേറ്റീവ് വെലോസിറ്റി ഒരു സ്പേസിലെ അയച്ചൊരു സാറ്റലൈറ്റ് ആണിത്. ആ സാറ്റലൈറ്റിൻ്റെ ഉള്ളിൽ നമുക്കൊരു നായിനെ കാണാം, അല്ലെങ്കിൽ ഒരു ആടിനെ കാണാം. സോ ഈ ആട് ഈ ഒരു കല്ലിനെ നോക്കാണ്. ഇവിടെ ഇപ്പുറത്തൊരു കല്ലുണ്ട്. ഇത് ആടാണ്, ഇതൊരു കല്ലാണ്. സ്റ്റോൺ എസ് എന്ന് പറയും. സോ ഈ കല്ല് വി എസ് വെലോസിറ്റിയിൽ ഈ സാറ്റലൈറ്റ് ഇങ്ങോട്ട് പോകാന്ന് വിചാരിക്കുക. സാറ്റലൈറ്റ് ഇങ്ങോട്ട് പോകാൻ, അതായത് സാറ്റലൈറ്റിൻ്റെ ഉള്ളിലാണ് ആടുള്ളത്. സോ വെലോസിറ്റി ഓഫ് ആട് ഇങ്ങോട്ടാണെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ പുറത്തുള്ള ഒരു മനുഷ്യൻ കാണുന്നത്. ഇതേ സംഭവം നമ്മുടെ ആട് എന്താ കാണാം? ആട് ഇതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ കാണാം നമ്മുടെ കല്ല് ഇതിൻ്റെ അടുത്തേക്ക് വി എ വെലോസിറ്റി വരുന്നതാണ്. കാരണം എന്താ? ആട് നോക്കുമ്പോൾ ആട് എങ്ങോട്ട് പോയിട്ടില്ല, ആട് സാറ്റലൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളത്. ഈ കണ്ണാടിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ആട് ആകെ കാണുന്നത് എന്താണ്? ഒരു കല്ലിനെ മാത്രമാണ്, വേറെ ഒന്നും ആട് കാണില്ല. അപ്പം ആട് മുമ്പോട്ട് പോകുമ്പോൾ ആടിന് തോന്നുക ആ കല്ല് ആടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ മുമ്പോട്ട് വന്നുകൊണ്ട് നിൽക്കാമെന്നാണ് തോന്നുന്നത്. ആടിനറിയില്ല ഈ ആട് നിൽക്കുന്ന ഈ സാറ്റലൈറ്റ് ആണ് മുമ്പോട്ട് പോകുന്നുള്ള കാര്യം ആടിനറിയില്ല. സോ ഇതാണ് നമ്മൾ എന്ത് പറയാം? വെലോസിറ്റി ഓഫ് സ്റ്റോൺ റിലേറ്റീവ് ടു ആട്. വെലോസിറ്റി ഓഫ് സ്റ്റോൺ റിലേറ്റീവ് ടു ആട്. അതെന്താ പറയാം? വെലോസിറ്റി ഓഫ് സ്റ്റോൺ മൈനസ് വെലോസിറ്റി ഓഫ് ആട്. വെലോസിറ്റി ഓഫ് സ്റ്റോൺ എത്രയാണ്? സ്റ്റോണിന്റെ വെലോസിറ്റി 0 അല്ലേ, സ്റ്റോൺ എങ്ങോട്ടും നീങ്ങുന്നില്ല.
സോ ഇവിടെ സ്റ്റോണിന്റെ വെലോസിറ്റി 0 ആണ്. മൈനസ് വെലോസിറ്റി ഓഫ് ആഡ് എത്രയാണ്? വെലോസിറ്റി ഓഫ് ആഡ് VA ആണ്. സോ മൈനസ് VA. സോ അതുകൊണ്ട് ഇവിടെ മൈനസ് VA. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചിത്രമായിട്ട് വരച്ചത്. ആഡ് നോക്കുമ്പോൾ ആണ് തോന്നുന്ന VA വെലോസിറ്റി ഇടത്തോട്ട്, അതുകൊണ്ട് മൈനസ് VA. ഇനി ഇതേ സംഭവം നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിലോ, ഇതേ സംഭവം നമ്മൾ ഈ സ്റ്റോണ് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട് വിചാരിക്കാം. സ്റ്റോണ് വലത്തോട്ട് VS വെലോസിറ്റി പോകുന്നുണ്ട് വിചാരിക്കാം. സോ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ സ്റ്റോണിന് ഓൾറെഡി ഒരു വെലോസിറ്റി ഉണ്ട്, എന്ത്? VS. പിന്നെ ഈ ആഡ് വലത്തോട്ട് പോകുമ്പോൾ ആടിന് തോന്നാം ഒരു അതേ വെലോസിറ്റി സ്റ്റോൺ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാണ്. സോ ഇവിടെ എന്തുണ്ടാവും? VA വെലോസിറ്റി ഇങ്ങോട്ടേക്ക് ഉണ്ടാവും. സോ ഇപ്പോൾ ആഡ് നോക്കുമ്പോൾ കാണുന്നത് ഇതിന്റെ വെലോസിറ്റി VS മൈനസ് VA ആണ്. VS വലത്തോട്ടും VA ഇടത്തോട്ടും. സോ VS പ്ലസ് മൈനസ് VA ആഡ് ചെയ്തതാണ് നെറ്റ് വെലോസിറ്റി. സോ അപ്പൊ എന്താ കിട്ടാം? VS മൈനസ് VA. ഓക്കെ, ഇത് നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി വെച്ചും പറയാം. റിലേറ്റീവ് വെലോസിറ്റി ഇക്വേഷൻ എന്താ പറഞ്ഞത്? വെലോസിറ്റി ഓഫ് സ്റ്റോൺ റിലേറ്റീവ് ടു ആഡ് വിൽ ബി ഈക്വൽ ടു വെലോസിറ്റി ഓഫ് സ്റ്റോൺ മൈനസ് വെലോസിറ്റി ഓഫ് ആഡ്. അതാണ് ഇവിടെ VS മൈനസ് VA എന്ന് എഴുതി. അപ്പൊ നിങ്ങൾക്കത് ഇൻറ്റ്യൂട്ടീവ് ആയിട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. സോ നിങ്ങൾ ആലോചിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഏത് ഫ്രെയിമിലാണോ നോക്കുന്നത് ആ ഫ്രെയിമിലുള്ള പാർട്ടിക്കിൾ റെസ്റ്റിലാണ്. ഈ ഫ്രെയിമിലുള്ള പാർട്ടിക്കിൾ റെസ്റ്റിലാണ്. ആ ഫ്രെയിം പ്രകാരം ഈ ഫ്രെയിമിൽ നിന്നാണ് നോക്കുന്നതെങ്കിൽ, ഇവിടെ നിന്നാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ പറയും ഈ ഫ്രെയിമിലുള്ള ആട് പ്രകാരം ആട് പറയാം ഞാൻ റെസ്റ്റിലാണ്. ബാക്കിയുള്ള എല്ലാ ഒബ്ജക്റ്റിൽ നിന്നും ഇയാളെ വെലോസിറ്റി കുറയ്ക്കണം. ഇയാളെ വെലോസിറ്റി നമ്മൾ കുറയ്ക്കണം. നമ്മളാണ് പുറത്തേക്കുന്നത്, നമ്മളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആടിനൊന്നൊരു കുന്തും അറിയില്ല. അപ്പൊ നമ്മൾ എന്താക്കണം? ആടിന്റെ വെലോസിറ്റി സബ്ട്രാക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാവർക്കും കൊടുക്കണം. ആടിന്റെ വെലോസിറ്റി ബാക്കിയുള്ള എല്ലാ വെലോസിറ്റിയിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യണം. ക്ലിയർ ആയി വിചാരിക്കുന്നു. കുറച്ച് കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ VAB എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ എഴുതാം? VA മൈനസ് VB. V ചക്ക മാങ്ങ ഈസ് ഈക്വൽ ടു V ചക്ക മൈനസ് V മാങ്ങ. ഇനി V മാങ്ങ ചക്ക എങ്ങനെ ഉണ്ടാവും? V മാങ്ങ ചക്ക, അതായത് VBA. മാങ്ങ ചക്ക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? V മാങ്ങ മൈനസ് V ചക്ക. ആദ്യം ആരാ വരുന്നത്? ഇവിടെ A. അപ്പൊ ഇവിടെ ആദ്യം ഒരു A. പിന്നെ ആരാ വരുന്നത്? B. പിന്നെ ആരും ഒരു B. അതേപോലെ തന്നെ ഇവിടെ ആരുണ്ടാവും? ആദ്യം VB മൈനസ് V. ഇങ്ങനെയാണ് VBA. ക്ലിയർ? ഇനി വേറൊരു കാര്യം, ഈ VAB എന്ന് പറയുന്നത് നമുക്ക് VA മൈനസ് VB ആണ്. അതിന് നമ്മൾ ഇങ്ങനെ ഇരിക്കുക എന്താവും? മൈനസ് VB പ്ലസ് VA എന്നാവും. ഈ നെഗറ്റീവ് VB പ്ലസ് VA ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുന്നുള്ളൂ. സോ ഇവിടെ നെഗറ്റീവ് VB നെഗറ്റീവ് VB നെഗറ്റീവ് VA ഇങ്ങനെയാണ്. നെഗറ്റീവ് പ്ലസ് ആയി. അതിനുശേഷം ഈ നെഗറ്റീവ് പുറത്തേക്ക് എടുത്താൽ ഒന്നുണ്ടാവും? നെഗറ്റീവ് VB മൈനസ് VA. ഉള്ളിലുള്ള നെഗറ്റീവ് പുറത്തേക്ക് എടുത്ത് -1 പുറത്തേക്ക് എടുത്ത്. സോ നെഗറ്റീവ് ഓഫ് VB മൈനസ് VA എന്നായി. ആരാ നെഗറ്റീവ് ഓഫ് VB മൈനസ് VA? VB മൈനസ് VA VBA ആണ്. സോ ഇവിടെ നെഗറ്റീവ് VBA എന്ന് കിട്ടും. സോ VAB എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് VBA ആണ്. സോ ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ VAB എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് VBA ആണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ VABനെ നമ്മൾ പല വിധത്തിൽ പറയും. VABന്റെ ഡെഫിനിഷൻസ് നോക്കാം. VAB ഡെഫിനിഷൻസ്: വെലോസിറ്റി ഓഫ് A റിലേറ്റീവ് ടു B. അല്ലെങ്കിൽ പറയും വെലോസിറ്റി ഓഫ് A ഇങ്ങനെ തന്നെ, വെലോസിറ്റി ഓഫ് A വിത്ത് റെസ്പെക്ട് ടു B. വെലോസിറ്റി ഓഫ് A വിത്ത് റെസ്പെക്ട് ടു B. അല്ലെങ്കിൽ എന്ന് പറയും വെലോസിറ്റി ഓഫ് A ആസ് seen by B. ഇതെല്ലാം എന്താണ്? വെലോസിറ്റി ഓഫ് A റിലേറ്റീവ് ടു B, വെലോസിറ്റി ഓഫ് A വിത്ത് റെസ്പെക്ട് ടു B, വെലോസിറ്റി ഓഫ് A ആസ് സീൻ ബൈ B, അല്ലെങ്കിൽ എന്താ പറയുക വെലോസിറ്റി ഓഫ് A ആസ് ഒബ്സർവ്ഡ് ബൈ B, അങ്ങനെയൊക്കെ പറയാം. അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു B, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു എ ഫ്രെയിം പ്ലേസ്ഡ് ഓൺ B. അപ്പൊ ആദ്യം വരുന്നത് A, പിന്നെ വരുന്നത് B.
ആദ്യത്തെ വരുന്നത് ആള് ബി എ പിന്നെ ബി. ആലോചിച്ചാൽ സംഭവം സിമ്പിളാണ്. ക്വസ്റ്റൻ എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ബസ് ഈസ് മൂവിംഗ് വിത്ത് സ്പീഡ് ഓഫ് 54 km/h. ഒരു ബസ് 54 km/h ഇങ്ങനെ പോവാണ്. സോ അത് ഞാൻ വലത്തോട്ട് പോകുന്നതായിട്ട് എടുക്കുകയാണ്. സോ നമുക്ക് പറയാം വെലോസിറ്റി ഓഫ് ബസ് എന്ന് പറയുന്നത് +54 km/h ആണ്. An old guy sees a monkey running on the bus with speed 18 km/h opposite to bus direction. സോ ബസ്സിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു മങ്കി ഓടുന്നതായിട്ടൊരു ഓൾഡ് ഗായ് കാണാം. ഇവിടെയാണ് മങ്കി ഉള്ളത്, ഇവിടെ ഒരു ഓൾഡ് ഗായ് കാണാം. സോ വെലോസിറ്റി ഓഫ് മങ്കി റിലേറ്റീവ് ടു ഓൾഡ് ഗായിലെ കാണുന്നത് മങ്കീനെ. സോ വെലോസിറ്റി ഓഫ് മങ്കി റിലേറ്റീവ് ടു ഓൾഡ് ഗായ് വിൽ ബി ഈക്വൽ ടു -18 km/h. കാരണം എന്താ, ഓപ്പോസിറ്റ് ടു ബസ് ഡയറക്ഷൻ എന്നാണ് പറഞ്ഞത്. സോ ബസ്സിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിലാണ് മങ്കി ഓടുന്നത്, അതാണ് ഈ ഓൾഡ് ഗായ് കാണുന്നത്. അതുകൊണ്ട് ഇവിടെ -18 എന്ന് പറഞ്ഞു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ ഈ വെലോസിറ്റി ഇങ്ങോട്ടേക്ക് വരച്ചിട്ടില്ല. കാരണം എന്താ വരയ്ക്കാത്തത്, നമ്മൾ ഈ പറയുന്നതൊക്കെ ഗ്രൗണ്ട് ഫ്രെയിമിലാണ്. ഈ വരച്ചത് ഗ്രൗണ്ട് ഫ്രെയിമിൽ ബസ്സിന്റെ വെലോസിറ്റി 54 ആണ് അല്ലേ. അപ്പോൾ ഞാൻ അവിടെ കയറിയിട്ട് ഇയാളെ പെർസ്പെക്റ്റീവിലുള്ള കാര്യം വരയ്ക്കാൻ പാടില്ല. ഓക്കെ, എന്നിട്ട് ഒന്നാമത്തെ ചോദ്യം, ഷോ വെലോസിറ്റി ഓഫ് ഓൾഡ് ഗായ് ഈക്വൽസ് വെലോസിറ്റി ഓഫ് ബസ്. ബസ്സിന്റെ വെലോസിറ്റിയും ഓൾഡ് ഗായിന്റെ വെലോസിറ്റിയും സെയിം ആണ് കാണിക്കുക. ബസ്, ഈ ഓൾഡ് ഗായ് എവിടെ ഇരിക്കുന്നത്, ഓൾഡ് ഗായ് ഈസ് സിറ്റിംഗ് ഓൺ ബസ്. ബസ്സിലാണ് ഈ ഓൾഡ് ഗായ് സിറ്റ് ചെയ്യുന്നത്. സോ ബസ് ഒരു 10 മീറ്റർ മുമ്പോട്ട് പോകണമെങ്കിൽ ഓൾഡ് ഗായ് എന്താവും, 10 മീറ്റർ മുമ്പോട്ട് പോകും. സോ അതിന്റെ രണ്ടിന്റെ വെലോസിറ്റി എന്താവും, സെയിം ആവും. വെലോസിറ്റി സെയിം ആവും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വെലോസിറ്റി ഓഫ് മങ്കി ആസ് സീൻ ബൈ എ വിമൺ സിറ്റിംഗ് ഓൺ ബസ് സ്റ്റാൻഡ്. ഇതിന്റെ പുറത്തായിട്ടൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. ആ ബസ് സ്റ്റാൻഡിൽ ഒരു വിമൺ സിറ്റ് ചെയ്യുന്നുണ്ട്. ആ വിമൺ ഈ മങ്കീനെ എത്ര വെലോസിറ്റിയിലാണ് കാണാമെന്നാണ് ചോദിക്കുന്നത്. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വെലോസിറ്റി ഓഫ് മങ്കി റിലേറ്റീവ് ടു വിമൺ. വെലോസിറ്റി ഓഫ് മങ്കി ആസ് സീൻ ബൈ എ വിമൺ സിറ്റിംഗ് ഓൺ ബസ് സ്റ്റാൻഡ്. സോ വെലോസിറ്റി ഓഫ് മങ്കി റിലേറ്റീവ് ടു വിമൺ അതെത്ര വരാം, വെലോസിറ്റി ഓഫ് മങ്കി മൈനസ് വെലോസിറ്റി ഓഫ് വിമൺ. സോ വെലോസിറ്റി ഓഫ് മങ്കി മൈനസ് 0. എന്താ 0 ആയത്, കാരണം വിമണ് ഗ്രൗണ്ടിൽ സിറ്റ് ചെയ്യല്ലേ, അപ്പൊ അത് 0 അല്ലേ വെലോസിറ്റി ഓഫ് വിമൺ. സോ ഇവിടെ വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു അല്ലെങ്കിൽ റിലേറ്റീവ് ടു വിമൺ എന്ന് പറയുന്നത് VM തന്നെയാണ് വരിക. അപ്പൊ നമ്മൾ ഈ VM എന്ന് പറയുന്നത് എത്തിയാൽ മതിയോ, ഇല്ല, നമുക്ക് ഈ VM കാണണം അല്ലേ. സോ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് VMO, ഓൾഡ് ഗായിന്റെ പെർസ്പെക്റ്റീവിൽ -18 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്താം, VM മൈനസ് VO ഈസ് ഈക്വൽ ടു -18 എഴുതാം. ഓൾഡ് ഗായിന്റെ വെലോസിറ്റിയും ബസ്സിന്റെ വെലോസിറ്റിയും സെയിം ആണ്. വെലോസിറ്റി ഓഫ് ഓൾഡ് ഗായ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ബസ് ആണ്. സോ നമുക്ക് ഇത് എന്താക്കി എഴുതാം, വെലോസിറ്റി ഓഫ് മങ്കി മൈനസ് വെലോസിറ്റി ഓഫ് ബസ് ഈസ് ഈക്വൽ ടു -18. ഇനി VM മൈനസ് വെലോസിറ്റി ഓഫ് ബസ് എത്ര തന്നത്, +54. സോ ഇവിടെ 54 ഈസ് ഈക്വൽ ടു -18. സോ വെലോസിറ്റി ഓഫ് മങ്കി എന്ന് പറയുന്നത് 54 - 18 എത്ര കിട്ടി, 36 km/h പോയി. ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം, നമ്മൾ വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ഓൾഡ് ഗായ് കിട്ടിയത് -18 km/h ആണ്. അതായത് ഓൾഡ് ഗായ് മങ്കിന്ന് നോക്കുമ്പോൾ മങ്കി ബസ് ഇങ്ങോട്ടേക്കാണ് പോകണമെങ്കിൽ ഇങ്ങോട്ടേക്കായിട്ടാണ് മങ്കി ഓടുന്നത്, ഈ ഓൾഡ് ഗായ് കാണുന്നത്, കാരണം നെഗറ്റീവാണ് കിട്ടിയത്. പക്ഷേ നമ്മുടെ ഈ പുറത്തുനിന്നുള്ള ഒരു സ്ത്രീ നോക്കുമ്പോൾ ആ സ്ത്രീ എന്താ കാണുന്നത്, വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു വിമൺ അതെത്ര കിട്ടിയത്, +36 km/h. ആ സ്ത്രീ കാണുന്നത്, ഇവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീ കാണുന്നത്, ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന സ്ത്രീ കാണുന്നത് ഈ മങ്കി +36, അതായത് ഇങ്ങോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. മനസ്സിലായോ? സോ നമ്മളൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ വരികയാണെങ്കിൽ കുരങ്ങൻ എങ്ങോട്ടൊക്കെ ഓടിയത് എന്ന് ഈ വയസ്സായ ആളെ ചോദിക്കുകയാണെങ്കിൽ വയസ്സായ ആൾ പറയുന്നത് ആ കുരങ്ങൻ ഇങ്ങോട്ടേക്കാണ് പോയത്, ബാക്കോട്ടേക്കാണ് പോയത്. പക്ഷേ ഒരു സ്ത്രീയോട് ചോദിക്കുകയാണ്, പുറത്ത് നിൽക്കുന്ന സ്ത്രീയോട് ചോദിക്കുകയാണെങ്കിൽ സ്ത്രീ പറയുന്നത് അത് കുരങ്ങ് ബസ്സിൻ്റെ മേലെ അങ്ങോട്ടേക്കാണ് ഓടിയെന്ന് പറയും. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ സംഭവം മാറും. അപ്പോൾ നിങ്ങൾ
റിലേറ്റീവ് വെലോസിറ്റി അറിയുന്ന ഒരു പോലീസുകാരനാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അത് ബസ്സിലുള്ള ആൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നിയെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യണ മുമ്പ് ഒരു ഷോർട്ട് കട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇങ്ങനെ എ വി എ വെലോസിറ്റിയിലും ബി വി ബി വെലോസിറ്റിയിലും പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ വെലോസിറ്റി എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. സോ ഇവിടെ നമുക്ക് രണ്ട് രീതി പറയാം. ഒന്ന് ആസ് സീൻ ബൈ എ കാണുന്ന രീതി പറയാം. എന്റെ മേലേന്ന് നോക്കാണ്, അതായത് ഫ്രെയിം എന്റെ മേലെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നോക്കുമ്പോൾ എന്താ തോന്നാം, എ എന്തിനാണുള്ളത്, റെസ്റ്റിലാണ്. എ എന്താ ഉള്ളത്, റെസ്റ്റിലാണ്. ബി എന്താ സംഭവിക്കാം, ബിന്റെ വെലോസിറ്റി എന്താ? സോ നമ്മൾ പറയും വെലോസിറ്റി ഓഫ് ബി റിലേറ്റീവ് ടു എ വിൽ ബി ഈക്വൽ ടു വി ബി മൈനസ് വി എ. വി ബി മൈനസ് വി എ, അതായത് ഇതിന്റെ വെലോസിറ്റി എന്താ ഉണ്ടാവാം, വി ബി മൈനസ് വി എ ആണ് ഉണ്ടാവാം. ഇതാണ് ആസ് സീൻ ബൈ എയിൽ ഉണ്ടാവുക. ഇതേ സംഭവം നമ്മൾ ആസ് സീൻ ബൈ ബി എന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും, ആസ് സീൻ ബൈ ബി, അതായത് നമ്മൾ ബിന്റെ മേലെ നിന്ന് നോക്കണം. ബിന്റെ മേലെ നിന്ന് നോക്കുമ്പോൾ ബി എന്തിൽ വരും, റെസ്റ്റിലാവും. എന്റെ വെലോസിറ്റിയാണ് നോക്കുന്നത്. സോ വെലോസിറ്റി ഓഫ് എ ആസ് സീൻ ബൈ ബി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് എ മൈനസ് വെലോസിറ്റി ഓഫ് ബി. സോ എന്റെ വെലോസിറ്റി ഉണ്ടാവുക എന്താണ്, വി എ മൈനസ് വി ബി ആണ് വെലോസിറ്റി ഉണ്ടാവുക. വി എ മൈനസ് വി ബി. സോ ഇതേ സിറ്റുവേഷൻ നമുക്ക് ഇങ്ങനെയാക്കി പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, ഇങ്ങനെയാക്കിയിട്ടും പറയാം. ഇത് മൂന്നും ഒരേ ടൈപ്പ് സിറ്റുവേഷൻ ആയിട്ട് പറയാം. ഇങ്ങനെയുള്ള സിറ്റുവേഷന് പകരം നമ്മൾ ഈ സിറ്റുവേഷനായി കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഈ സിറ്റുവേഷനായി കൺസിഡർ ചെയ്യാം. രണ്ടാൾക്കാർ വി എ വി ബി വെലോസിറ്റിയിൽ പോകുന്നുണ്ട്, അതിന് പകരം എന്താക്കുക, ഒരാൾ റെസ്റ്റിലാക്കിയിട്ട് മറ്റൊരാൾ വി ബി മൈനസ് വി എ വെലോസിറ്റിയിൽ അങ്ങോട്ട് പോകേണ്ടത് പറഞ്ഞാൽ മതി. ഇവിടെ ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടുകയാണെങ്കിൽ ഇവിടെ ഡിസ്റ്റൻസ് എന്താവും, ഇങ്ങനെ കൂടും. ഓക്കെ, ഇനി ഷോർട്ട് കട്ട് എന്താണെന്നുള്ള കാര്യം പഠിക്കണം. നമ്മൾ ഏതാളെ മേത്താണോ കയറുന്നത്, ഇപ്പോൾ എന്റെ മേലെ കയറുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എ എന്താക്കാം, റെസ്റ്റിലാക്കാം. ബിന്റെ മേലെ കയറി നിൽക്കുകയാണെങ്കിൽ ബി എന്താക്കാം, റെസ്റ്റിലാക്കാം. എന്നിട്ട് എയിലെ മേലെ കയറി നമ്മൾ ബീനെ നോക്കുകയാണ്. അപ്പം എന്ത് ചെയ്യണം, എന്റെ വെലോസിറ്റി തിരിച്ചിട്ടിട്ട് ബി കൊടുക്കണം. എന്റെ വെലോസിറ്റി എത്രയാണ്, വി എ. അത് നമ്മൾ തിരിച്ചിടണം. എന്റെ വെലോസിറ്റി തിരിച്ചിട്ട് വി ബി കൊടുത്ത്. അപ്പം എങ്ങനെ ഉണ്ടാവും, ഇങ്ങോട്ടേക്ക് വി എ, ഇങ്ങോട്ടേക്ക് വി ബി. സോ വലത്തോട്ട് പോസിറ്റീവ് എടുത്തുകയാണെങ്കിൽ എന്താവും, വി ബി മൈനസ് വി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി അതേപോലെ നമ്മൾ ബിന്റെ മേലെ കയറി എനെ നോക്കണം. അപ്പോഴും സെയിം സംഭവം തന്നെ. എന്ത്, ബിന്റെ വെലോസിറ്റി തിരിച്ചിടുക, എന്നിട്ട് എ കൊടുക്കുക. ബിന്റെ മേലെ കയറി നോക്കുമ്പോൾ ബിന്റെ വെലോസിറ്റി തിരിക്കുക, എ കൊടുക്കുക. സോ എന്താ സംഭവിക്കാം, ബിന്റെ വെലോസിറ്റി തിരിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് എന്തുണ്ടാവും, വി ബി ഉണ്ടാവും. ഇങ്ങോട്ടേക്ക് ഓൾറെഡി ആരുണ്ട്, വി എ ഉണ്ട്. അപ്പം എന്തുണ്ടാവും, വി എ മൈനസ് വി ബി. അതാണ് ഇവിടെ വി എ മൈനസ് വി ബി എന്ന്. സോ സിമ്പിളായ ട്രിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, കത്തി തിരിച്ചിടാം. നമ്മൾ ഒരാൾക്ക് ഒരു ഹദീസിലുണ്ടല്ലോ, നമ്മൾ ഒരാൾക്ക് കത്തി കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ മൂർച്ചുള്ള ഭാഗം നമ്മൾ എന്താക്കരുത്, ഡയറക്റ്റായിട്ട് വേറെ അയാളെ മേത്തേക്ക് വെക്കരുത്. കാരണം ബാക്കിൽ നിന്ന് ആരെങ്കിലും ഒന്നും ഉണ്ടാണെങ്കിൽ നമ്മൾ അറിയാതെ അയാളെ പോയി കുത്തിപ്പോകും. പകരം എന്താക്കാം, ഇങ്ങനെ വെച്ചാൽ. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, സാർ അപ്പം അയാൾ മുമ്പോട്ടൊന്ന് കുത്തിയാലോ, വേറെ ആൾ മുമ്പോട്ട് നമ്മൾ ഭാഗത്ത് കുത്തിയാലോ. അത് നമ്മൾ ഉറക്കെ പിടിക്കണം, മുറുക്കെ പിടിക്കണം, മനസ്സിലായോ? ബാക്കിൽ നിന്ന് എത്ര മുറുക്കെ പിടിച്ചാലും ഉന്തിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കുത്തുള്ളൂ. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അയാളെ കുത്തൂല. എന്തായാലും നമ്മളെ കുത്താതെ നമ്മൾ ഉറക്കെ പിടിക്കുകയോ ചെയ്യണം, അല്ലേ? എന്നിട്ട് വേണം കൊടുക്കാൻ. അതേ സംഭവം ആദ്യം ആലോചിച്ചാൽ സംഭവം എന്താണ്, എന്റെ മേലെ നിൽക്കുമ്പോൾ നമ്മൾ എന്താക്കാം, നമ്മളെ എന്റെ വെലോസിറ്റി 0 ആക്കാം, എന്റെ വെലോസിറ്റി 0 ആക്കാം, കത്തി തിരിക്കുക, എന്നിട്ട് മറ്റേ കൊടുക്കുക. സിമ്പിൾ. കയറി നിൽക്കുന്ന സ്ഥലം 0 വെലോസിറ്റി, കത്തി തിരിക്കുക, അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ അത് ആലോചിച്ചാൽ മതി റിലേറ്റീവ് വെലോസിറ്റി പ്രോബ്ലം ചെയ്യാൻ. ഒന്നാമത് ഇക്വേഷൻ പ്രോബ്ലം ആണ്, ഇതിന് മുമ്പ് ചെയ്ത ഇക്വേഷൻ പ്രോബ്ലം ആണ്. അത് ഇക്വേഷൻ ഓർത്ത് വെക്കണം. ബാക്കിയുള്ള എല്ലാ ടൈപ്പ് പ്രോബ്ലത്തിനും കത്തി തിരിക്കുന്ന കാര്യം ആലോചിച്ചാൽ മതി. ചോദിച്ചിരിക്കുകയാണ്, ഇവിടെ കുറച്ച് സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. അത് എ കാണുന്നത് എങ്ങനെയാണ്, ബി കാണുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് ആദ്യം ചോദിക്കുന്നത്. സോ നമുക്ക് എ കാണുന്ന കാര്യം നോക്കാം. സോ എ കാണുന്ന എല്ലാ കാര്യത്തിലും എ എന്തിലായിരിക്കും, റെസ്റ്റിലായിരിക്കും. എ കാണുന്ന എല്ലാ കാര്യത്തിലും എ റെസ്റ്റിലായിരിക്കും. സോ ഇവിടെ എ റെസ്റ്റിലാണ്, ഇവിടെ എ റെസ്റ്റിലാണ്, ഇവിടെ എ റെസ്റ്റിലാണ്, ഇവിടെ എ റെസ്റ്റിലാണ്, ഇവിടെ എ റെസ്റ്റിലാണ്. ബി കാണുന്ന എല്ലാ കാര്യത്തിലും ബി റെസ്റ്റിലായിരിക്കും. സോ ഇവിടെ എല്ലാം അത് റെസ്റ്റിലായിട്ട് മാറും. അതാണ് നിങ്ങൾ മനസ്സിലാക്കുക. ബി നോക്കുമ്പോൾ ബി റെസ്റ്റിലാണ്, ആട് നോക്കുമ്പോൾ ആട് റെസ്റ്റിലാണ്, ആട് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല. ഇനി എയിൽ നിന്ന് നമ്മൾ ബിനെ നോക്കുകയാണ്.
എയിൽ നിന്ന് ബി നോക്കാം. അപ്പോൾ എന്താ സംഭവിക്കുക? എന്റെ വെലോസിറ്റി തിരിച്ചിട്ട് ബി കൊടുക്കുക. സോ 2 മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങോട്ടേക്കുണ്ട്, 1 മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങോട്ടുണ്ട്. സോ 2 - 1 എന്താവും? 1 മീറ്റർ പെർ സെക്കൻഡ് വലത്തോട്ട്. സോ എന്തായി? ഇങ്ങോട്ടേക്ക് 1 മീറ്റർ പെർ സെക്കൻഡ്. എടാ 2 അങ്ങോട്ട് 1 ഇങ്ങോട്ട്. അപ്പൊ എന്താ ഉണ്ടാവാം? 2 അങ്ങോട്ടാകുമ്പോൾ അങ്ങോട്ടൊക്കെ അല്ലേ ടോട്ടൽ വെലോസിറ്റി ഉണ്ടാവാം അല്ലേ? 2 - 1 അപ്പോൾ 1. ക്ലിയർ, സിമ്പിൾ. 1 മീറ്റർ പെർ സെക്കൻഡ് നെറ്റ് വെലോസിറ്റി വെച്ച് ചെയ്തു. സോ അതേ സിറ്റുവേഷൻ നമ്മൾ ബിയിൽ നിന്ന് നോക്കണം. ഇതേ സിറ്റുവേഷൻ ബിയിൽ നിന്ന് നോക്കാം. അപ്പൊ ബിന്റെ വെലോസിറ്റി എന്താകാം? തിരിച്ചിടുക, എന്നിട്ട് എ കൊടുക്കാം. സോ ബിന്റെ വെലോസിറ്റി എന്താ? 2 മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങോട്ട്. അത് നമ്മൾ ഇങ്ങനെ തിരിക്കുക, എന്നിട്ട് അങ്ങോട്ട് കൊടുക്കാം. അപ്പൊ എന്തായി? ഇങ്ങോട്ടേക്ക് 2, ഇങ്ങോട്ടേക്ക് 1. അപ്പൊ എന്തായി? ഇങ്ങോട്ടേക്ക് 1 മീറ്റർ പെർ സെക്കൻഡ്. സോ എ ഇങ്ങോട്ടേക്ക് 1 മീറ്റർ പെർ സെക്കൻഡ് മൂവ് ചെയ്യുന്നു പറയാം. ഇത് എപ്പോഴെങ്കിലും കൊളൈഡ് ചെയ്യോ? ഈ സിറ്റുവേഷൻ എപ്പോഴെങ്കിലും കൊളൈഡ് ചെയ്യോ? ഇങ്ങോട്ടൊക്കെ എന്റെ വെലോസിറ്റി കുറവാണ്, ബിന്റെ വെലോസിറ്റി കൂടുതലാണ്. സോ എ ഒരിക്കലും ബീനെ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല, എക്ക് ബീനെ, കാരണം ബി കൂടുതൽ സ്പീഡിലാണ് പോണത്. ഓക്കെ, സോ ഇത് ഒരിക്കലും കൊളൈഡ് ചെയ്യില്ല. സോ ടൈം ടേക്കൺ ഫോർ കൊളീഷൻ എന്നാ ചോദിച്ചിരിക്കുന്നത്. എന്താ ഉത്തരം? നെവർ കൊളൈഡ്സ്. അത് കൊളൈഡ് ചെയ്യില്ല. അത് നമുക്ക് ഇവിടെ നോക്കിയാലും പറയാൻ പറ്റും. നോക്ക്, ഇതേ സിറ്റുവേഷൻ എന്തിന് ഇക്വലന്റ് ആണ്? എ റെസ്റ്റിൽ ബി വലത്തോട്ട് മൂവ് ചെയ്യണം. സോ അത് കൊളൈഡ് ചെയ്യില്ല, കാരണം എ റെസ്റ്റിലാണ്, ബി അങ്ങോട്ടൊക്കെ പോണത്. കൊളൈഡ് ചെയ്യില്ല. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കിയിട്ടും പറയാം, ബി റെസ്റ്റിലാണ്, എ ഇങ്ങോട്ടൊക്കെ പോകണം. എ ഇങ്ങോട്ടൊക്കെയാണ് വരുന്നെങ്കിൽ അത് കൊളൈഡ് ചെയ്യും. പക്ഷേ എ ഇങ്ങോട്ടാണ് പോണത്, ഇങ്ങോട്ട്. അപ്പോൾ കൊളൈഡ് ചെയ്യില്ല, അങ്ങനെ പറയാം. ഇനി ഇവിടെ നോക്കാം. ആസ് സീൻ ബൈ എ, എന്റെ വെലോസിറ്റി റിവേഴ്സ് ചെയ്യുക, ഇങ്ങോട്ട് കൊടുക്കാം. 1 അങ്ങോട്ട്, 2 ഇങ്ങോട്ട്. എന്തായി സിറ്റുവേഷന്? 1 ഇങ്ങോട്ടേക്കായി. ഇനി ബിന്റെ പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ബിന്റെ വെലോസിറ്റി റിവേഴ്സ് ചെയ്ത് കത്തി തിരിക്കുക, ഇങ്ങോട്ട് കൊടുക്കുക. അപ്പം എന്തായി? 2 അങ്ങോട്ട്, 1 ഇങ്ങോട്ട്, 1 ഇങ്ങോട്ടേക്കായി. ഇനി ഇത് കൊളൈഡ് ചെയ്യോ? കൊളൈഡ് ചെയ്യൂലേ? നമുക്ക് ഇവിടെ എന്റെ വെലോസിറ്റി കുറവും ബിന്റെ വെലോസിറ്റി കൂടുതലാണ്. സോ കുറച്ച് കഴിഞ്ഞാൽ അത് കൊളൈഡ് ചെയ്യും അല്ലേ? അപ്പൊ ഇവിടെ അല്ലെങ്കിൽ നമുക്ക് ഈ സിറ്റുവേഷൻ വെച്ച് പറയാൻ പറ്റും. ഇവിടെ എ റെസ്റ്റിലാണ്, ബി ഇതിന്റെ അടുത്തേക്ക് വരണം, കൊളൈഡ് ചെയ്യും. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ബി റെസ്റ്റിലാണ്, എ ബിന്റെ അടുത്തേക്ക് വരണം, അപ്പൊ എന്താ? കൊളൈഡ് ചെയ്യും. സോ എത്ര സമയമാണ് കൊളൈഡ് ചെയ്യാൻ അടുത്തത്? നിങ്ങൾ വിചാരിക്കാം ഇതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ഒരു 10 മീറ്റർ ആണ് വിചാരിക്കുക. ഇതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 10 മീറ്റർ ആണ്. സോ നമ്മൾ ഈ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ബി 10 മീറ്റർ ഡിസ്പ്ലേസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് -10 ആയി. ബിന്റെ വെലോസിറ്റി -1 ആണ്. സോ ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി എന്ന് പറയാം. സോ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉള്ളത് -10, വെലോസിറ്റി ഉള്ളത് -1. അപ്പൊ എന്താവും? 10/1 എന്തായി? 10 സെക്കൻഡ് ആയി. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഈ സിറ്റുവേഷൻ വെച്ചിട്ട് പറയാം. ഈ സിറ്റുവേഷൻ വെച്ച് ഒന്നെങ്കിൽ ഈ സിറ്റുവേഷൻ വെച്ച് പറയാം, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ വെച്ച് പറയാം. ഈ സിറ്റുവേഷൻ വെച്ച് പറയുമ്പോൾ എങ്ങനെ നമ്മൾ പറയാം? ഈ സിറ്റുവേഷൻ വെച്ച് പറയുമ്പോൾ നമുക്ക് പറയാം ടൈം എന്ന് പറഞ്ഞത് ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി ആണ്. ഇതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 10 തന്നിട്ടുണ്ട്. ഇത് വലത്തോട്ടാണ് ഡിസ്പ്ലേസ് ചെയ്തത്. സോ വലത്തോട്ട് പോസിറ്റീവ് ആക്കി എടുത്തു കഴിഞ്ഞാൽ +10 ഡിവൈഡ് ബൈ എത്ര വെലോസിറ്റിയിലാണ് പോണത്? വലത്തോട്ട് 1 മീറ്റർ പെർ സെക്കൻഡ്. സോ ഇവിടെ +1. സോ 10/1 എന്ന് പറയുമ്പോൾ 10 സെക്കൻഡ്. സോ ഈ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇത് ഇവിടെ നിന്നിട്ടും കിട്ടാൻ പറ്റും. ഇവിടെ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിക്കണം. ഒരു പൊസിഷനിൽ ഒരേ പൊസിഷനിലെത്തും. നമുക്കറിയാം, നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ ചെയ്താണ്. ഒരേ പൊസിഷനിലെത്തും ഒരു സ്പെസിഫിക് ടൈം ആകുമ്പോൾ. അത് വെച്ച് നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അത് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ? ഒരാൾ റെസ്റ്റിലാക്കിയിട്ട് മറ്റൊരാൾ മൂവ് ചെയ്യുന്നതാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇത് നോക്കിയേ. ഈ സിറ്റുവേഷൻ വരുമ്പോൾ എന്റെ നോക്കുമ്പോൾ എന്റെ വെലോസിറ്റി റിവേഴ്സ് ചെയ്യുക, അവിടെ കൊടുക്കുക. അപ്പം എന്തായി? ഇങ്ങോട്ടേക്ക് 3 മീറ്റർ പെർ സെക്കൻഡ്. നിങ്ങൾക്ക് സിമ്പിൾ ആയി വിചാരിക്കുകയാണ്. ഇനി ഈ സിറ്റുവേഷൻ നോക്കിയേ, നമ്മൾ എന്റെ വെലോസിറ്റി റിവേഴ്സ് ചെയ്യുക, ഇവിടെ കൊടുക്കുക. അപ്പം എന്തായി? ഇങ്ങോട്ടേക്ക് 3 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ എന്താ ഉള്ളത്? രണ്ടാളും 2 മീറ്റർ പെർ സെക്കൻഡ്. എന്റെ വെലോസിറ്റി റിവേഴ്സ് ചെയ്യുക, ബി കൊടുക്കുക. അപ്പൊ ബി എന്തിലാവും? ബി റെസ്റ്റിലാവും. അങ്ങനെ സാർ ബി റെസ്റ്റിലായത്? എടാ ഇങ്ങോട്ട് നോക്ക്, എന്റെ 2 ഉണ്ട്, അത് റിവേഴ്സ് ചെയ്ത് ഇവിടെ കൊടുത്ത്. ഇങ്ങോട്ട് 2 ആണുള്ളത്. ഇപ്പോൾ നേരത്തെ ഇവിടെ 1 എന്റെ വെലോസിറ്റി 1 മുമ്പുള്ള സിറ്റുവേഷനിലൊക്കെ ഇവിടെ നമ്മൾ 2 ആയിരിക്കും. സോ 2 റിവേഴ്സ് ചെയ്ത് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ 2 അങ്ങോട്ട് 2 ഇങ്ങോട്ട്. സോ 2 + -2 എന്തായി? 0 ആയി. ബി റെസ്റ്റിലേക്ക് വന്നു. ഇനി ഇതേ സിറ്റുവേഷൻ ബിന്റെ റെസ്പെക്റ്റിൽ നോക്കി. ബിന്റെ റെസ്പെക്റ്റിൽ നോക്കുമ്പോൾ ബിന്റെ വെലോസിറ്റി കത്തി തിരിച്ചിടാം, എ കൊടുക്കുക. അപ്പം എ വരെ എത്ര വെലോസിറ്റിയിലാണ്? 3 മീറ്റർ പെർ സെക്കൻഡിലാണ്. ഇനി ഇവിടെ നോക്കിക്കേ, തിരിച്ചിടാ കൊടുക്കുക. അപ്പം എന്തായി? 3 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ നോക്കുമ്പോൾ
തിരിച്ചിടുക, അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ 2 അങ്ങോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ. സോ ഇവിടെ എന്താവും, എ എന്തിൽ വരും, റെസ്റ്റിൽ വരും. ഇനി ഇവിടെ കൊളൈഡ് ചെയ്യും. നമുക്ക് ഇത് രണ്ടും ഇങ്ങോട്ടാണ് വരുന്നത്, രണ്ടും ഇങ്ങോട്ടൊക്കെ എന്തായാലും കൊളൈഡ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ ഈ സിറ്റുവേഷൻ വെച്ച് നോക്കിയേ. അപ്പോൾ ടൈം നമുക്ക് പറയാൻ ഡിസ്പ്ലേസ്മെന്റ് 10 മീറ്റർ ആണ്. ഇതിനിടയിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എ ബിയുടെ ഡിസ്റ്റൻസ് 10 മീറ്റർ ആണ്. സോ ഇത് ഡിസ്പ്ലേസ് ചെയ്ത് -10 ആണ്. സോ നമുക്ക് പറയാൻ പറ്റും ടൈം ഈസ് ഈക്വൽ ടു -10 ഡിവൈഡ് ബൈ വെലോസിറ്റി എത്രയാണ്, -3. സോ 10/3 സെക്കൻഡ് ആണ് പറയാം. ഓർ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, ഇവിടെ വെച്ചിട്ട് പറയാം, ഈ സിറ്റുവേഷൻ വെച്ച് പറയാൻ പറ്റും. ഇവിടെ ഡിസ്പ്ലേസ് ചെയ്തത് +10 ആണ്. എത്ര വെലോസിറ്റിയിലാണ് പോയത്, 3 മീറ്റർ പെർ സെക്കൻഡ്. സോ +10 ബൈ +3, സോ 10/3 സെക്കൻഡ്. ഇനി ഇവിടെ പറഞ്ഞേ, ഇവിടെ നോക്കിയേ, ഇവിടെ അത് കൊളൈഡ് ചെയ്യോ. ഓക്കെ, ഇത് 1 മീറ്റർ പെർ സെക്കൻഡ് അങ്ങോട്ട്, ഇത് 2 മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങോട്ട്. കൊളൈഡ് ചെയ്യില്ല, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ വെച്ച് പറയാൻ പറ്റും. ഇത് റെസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകണം. ഇവിടെ നോക്കിയേ, ഇത് റെസ്റ്റ് ചെയ്ത് ഇത് ഇങ്ങോട്ട് പോകണം. കൊളൈഡ് ചെയ്യില്ല. സോ ഇത് നെവർ കൊളൈഡ്സ്, അത് കൊളൈഡ് ചെയ്യുക. ഇനി ഇത് കൊളൈഡ് ചെയ്യോ, ഇത് നോക്ക്, ഇത് 2 മീറ്റർ പെർ സെക്കൻഡ്, ഇത് 2 മീറ്റർ പെർ സെക്കൻഡ്. രണ്ടും എപ്പോഴും ഒരു സെക്കൻഡിൽ 2 മീറ്റർ കവർ ചെയ്യും. സോ എപ്പോഴും അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ഏത് സമയത്തും അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് സെയിം ആയിട്ട് വരും. കാരണം രണ്ടും ഒരു സെക്കൻഡിൽ 2 മീറ്റർ 2 മീറ്റർ 2 മീറ്റർ. സോ അത് ഒരിക്കലും കൊളൈഡ് ചെയ്യില്ല. എന്നൊക്കെ അല്ലെങ്കിൽ ഇത് വെച്ചും പറയാൻ പറ്റും. നമുക്ക് എന്റെ മീനിന്റെ ഡിസ്റ്റൻസ് എപ്പോഴും 10 മീറ്റർ ആയിരിക്കും. എത്ര സമയം കഴിഞ്ഞാലും ഡിസ്റ്റൻസ് 10 മീറ്റർ ആയി. കാരണം രണ്ട് റെസ്റ്റിന് ഈ സിറ്റുവേഷൻ എന്തിന് ഇക്വലന്റ് ആണ്, രണ്ട് ഒബ്ജക്റ്റും റെസ്റ്റ് ആയതിന് ഇക്വലന്റ് ആണ്. സോ ഇവിടെയും നമുക്ക് എന്ത് പറയാൻ പറ്റും, നെവർ കൊളൈഡ്സ്. സോ നിങ്ങൾ അത് ഓർത്ത് വെക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതേ ക്വസ്റ്റ്യൻ VA - VB വെച്ചും ചെയ്യാം, പക്ഷേ കുറച്ചും കൂടി ഫാസ്റ്റായി ചെയ്യാൻ പറ്റും. ഇത് കത്തി തിരിച്ചാൽ മതിയല്ലോ, കത്തി തിരിച്ച് കൊടുത്താൽ മതിയല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ ചെയ്യാം, VA - VB വെലോസിറ്റി ഓഫ് B ആസ് സീൻ ബൈ A, VBA, VB - VA, 2 - 1 എത്രയായി 1, അങ്ങനെ ചെയ്താൽ. പക്ഷെ അത് കുറച്ച് സമയം എടുക്കും, ആ സിക്വേഷനൊക്കെ ചെയ്ത് വരണ്ടേ. ഇത് അതെ കത്തി തിരിക്കാൻ കൊടുക്കുക, അത്രേ ഉള്ളൂ. സിമ്പിളായി വിചാരിക്കുന്നു. ഇനി നമുക്ക് റിലേറ്റീവ് വെലോസിറ്റിയുടെ ഒരു കഥ പറയാം. ലെനിൻഗ്രാഡ് ടിഫ്ലിസ് മോട്ടോർ റൺ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു 1924. സോ അതൊരു കാർ റേസിംഗ് പ്രോഗ്രാമായിരുന്നു. സോ അതിൽ ഇങ്ങനെ അവർ കാർ റേസ് ചെയ്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് അവരൊരു 100 km/h പോകുന്നത് കേൾക്കുക. ആ സമയത്ത് ഈ റോഡിൻ്റെ അരികിലുണ്ടായിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന ഫാർമേഴ്സ് അവർ കൃഷി ചെയ്തു തന്ന വാട്ടർ മെലൺസ് ഇവരെ മേലിലേക്ക് എറിഞ്ഞു. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അവരെന്ത് ക്രൂരന്മാരാണ്, അങ്ങനെയൊന്നല്ല. അവർ കാർ പോകുമ്പോൾ ഒരു സന്തോഷം കൊണ്ട് അവർ ഫാർമേഴ്സാണ്. 1924 കാർ കാണുന്നത്, പിന്നെ അത് റേസിങ് നല്ല സ്പീഡിൽ പോകണം. അവർ സന്തോഷം കാണിക്കാൻ വേണ്ടി ഫാർമേഴ്സ് അധ്വാനിച്ചുണ്ടാക്കി അവരെ വാട്ടർ മെലൺ, അവരെ എന്തെങ്കിലും പറയല് എനിക്ക് മറന്നുമല്ലോ, മലയാളമൊക്കെ മറന്നു. വാട്ടർ മെലൺ നമ്മൾ ഈ ഫാർമേഴ്സ് ഉണ്ടാക്കി ഇവർക്കൊരു സമ്മാനം പോലെ ഇങ്ങനെ എറിഞ്ഞു കൊടുത്താൽ. സോ ഇവർ എറിഞ്ഞൊരു വെലോസിറ്റി വളരെ കുറവായിരിക്കും, ചിലപ്പോൾ ഒരു 10 km/h എന്നൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും എറിഞ്ഞുണ്ടാവാം, ചെറിയൊരു വെലോസിറ്റിയിൽ എറിഞ്ഞു. പക്ഷേ അത് വളരെ പ്രശ്നമായി. ഇങ്ങനെ കാറിന് ഭയങ്കര പ്രശ്നമായി. കാറിൻ്റെ മേലെ ഡെൻസ് വന്ന് കാറിൻ്റെ മേലെ ഇടിച്ചിട്ട് പ്രശ്നമായി. സോ അതെന്താ കാരണം, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു വണ്ടി ഇങ്ങനെ ഒരാൾ 100 km/h പോവാണ്. വേറൊരു സംഭവം ചെറിയൊരു വെലോസിറ്റി 10 km/h വരാണ്. സോ അത് എന്തിന് ഇക്വലൻ്റ് ആണ്, ഇയാളുടെ പെർസ്പെക്റ്റീവിൽ ഇയാൾ റെസ്റ്റിലാണ്. ഇത് എത്ര വെലോസിറ്റിയിലാണ് വരുന്നത്, ഇത് വരുന്ന എത്ര വെലോസിറ്റിയിലാണ്, ഇയാൾ റെസ്റ്റിലാണ് നോക്കണം. ഇയാൾ വെലോസിറ്റി റിവേഴ്സ് ചെയ്യുക, ഇയാൾ കൊടുക്കുക. സോ ഇത് വരുന്നത് 110 km/h. സോ ഈ ഫാർമേഴ്സ് 10 km/h എറിഞ്ഞാലും അത് എന്തിന് ഇക്വലൻ്റ് ആണ്, ഈ കാറ് റെസ്റ്റിൽ നിൽക്കുന്ന സമയത്ത് ഒരു 5 കിലോഗ്രാമുള്ള ഈ വാട്ടർ മെലാണ് 110 km/h ഒരു ആക്ട് പറഞ്ഞാൽ തുല്യമാണ്. മനസ്സിലായോ? സോ അത് ഒരു ബോംബ് പോലെയൊക്കെ ആക്ട് ചെയ്യും. സോ വെറുതെ നീ വണ്ടിയിൽ പോകുന്ന സമയത്ത് വേറെ ആരുടെ മേത്തേക്ക് ഒന്നും അറിയരുത്. അതുപോലെ നിങ്ങൾ വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ കാറൊക്കെ തുറന്നിട്ട് അല്ലെങ്കിൽ ബൈക്കിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണം. ചെറിയ വെലോസിറ്റിയിലായിരിക്കും വരുന്നത്. പക്ഷെ നിങ്ങൾ നല്ല വെലോസിറ്റിയിലാണെങ്കിൽ നിങ്ങൾ കണ്ണിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാകും. സോ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ, എ ട്രെയിൻ ഓഫ് ലെങ്ത് L1 meter മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് V1 m/s overtakes another train of length L2 meter which is moving with a speed of V2 m/s as shown. Find time taken to overtake. സോ ഇവിടെ V1 > V2 ആണ്. സോ ഇവിടെ രണ്ട് ട്രെയിൻ ഉണ്ട്. ഇങ്ങനെയാണ് ഫിഗർ തന്നത്. ഇതിൻ്റെ വെലോസിറ്റി V1, ഇതിൻ്റെ ലെങ്ത് L1.
ഇതിൻ്റെ വെലോസിറ്റി L2, ഇതിൻ്റെ വെലോസിറ്റി V2. അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിനിന് ഇത് ഓവർടേക്ക് ചെയ്യാൻ എത്ര സമയം എടുക്കും? ഇതാണ് അവർ തന്ന ഫിഗർ. നമ്മളിത് ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിഗർ എങ്ങനെ ഉണ്ടാവും? ഓവർടേക്ക് ചെയ്ത് കഴിയുമ്പോൾ L2 ലെങ്ത് ഉള്ള ട്രെയിൻ ഇവിടെ ഉണ്ടാവും. ഇതാണ് L2 ലെങ്ത് ഉള്ള ട്രെയിൻ. L1 ലെങ്ത് ഉള്ള ട്രെയിൻ ഇവിടെ ഉണ്ടാവും. ഇതാണ് L1 ലെങ്ത് ഉള്ള ട്രെയിൻ. ഇങ്ങനെയാണ് ഓവർടേക്ക് ചെയ്യുന്നത്. സോ നമ്മളിത് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് റിലേറ്റീവ് വെലോസിറ്റി ആയിട്ട് സിംപ്ലിഫൈ ചെയ്യണം. സോ നമുക്ക് പറയാൻ പറ്റും ഈ പോയിന്റ് ഇവിടെ എത്ര അല്ലേ? നമുക്ക് ഈ ബാക്കിലുള്ള പോയിന്റ് അല്ലേ അവസാനം ഓവർടേക്ക് ചെയ്യുന്നത് അല്ലേ? ഈ മുമ്പിലുള്ള ഈ പോയിന്റിനെ ആണ് ഈ ബാക്കിലുള്ള പോയിന്റ് മറികടക്കേണ്ടത്. സോ ഈ ബാക്കിലുള്ള പോയിന്റ് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യണം? ഇത് പോയിന്റ് എ ആണ്, ഇത് ഞാൻ പോയിന്റ് ബി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ റിലേറ്റീവ് ടു പോയിന്റ് ബി നോക്കാം. പോയിന്റ് ബിന്റെ പെർസ്പെക്റ്റീവ് നോക്കാം. സോ പോയിന്റ് ബിന്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ പോയിന്റ് ബി എന്തിനാണുള്ളത്? റെസ്റ്റിലാണുള്ളത്. എന്നിട്ട് പോയിന്റ് ബിന്റെ വെലോസിറ്റി റിവേഴ്സ് ചെയ്യുക, എന്നിട്ട് അത് പോയിന്റ് എക്ക് കൊടുക്കാം. പോയിന്റ് എക്ക് ഓൾറെഡി ഒരു വെലോസിറ്റി ഉണ്ട്, അതെന്ത്? V1. കാരണം ഈ ട്രെയിനിന്റെ മേലുള്ള പോയിന്റാണ് പോയിന്റ് എ, അതാണ് V1. പോയിന്റ് ബിന്റെ വെലോസിറ്റി റിവേഴ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ V2 ഉണ്ടാകും. സോ ഈ പോയിന്റ് എന്റെ വെലോസിറ്റി ആയിട്ടുള്ളത് V1 മൈനസ് V2 ആണ്. സോ നമുക്ക് പറയാൻ പറ്റും ഈ പാർട്ടിക്കിൾ എ ഇങ്ങോട്ടേക്ക് V1 മൈനസ് V2 മീറ്റർ പെർ സെക്കൻഡിൽ പോണ്. ഈ പാർട്ടിക്കിൾ ബി റെസ്റ്റിലാണ്. ഇതാണ് പാർട്ടിക്കിൾ എ, പാർട്ടിക്കിൾ ബി. ഇതാണ് അവസാനം കിടക്കുന്നത് ഈ പോയിന്റ്. പാർട്ടിക്കിൾ ഈ ഭാഗത്തിനെയാണ് നമ്മൾ മറികടക്കേണ്ടത്. ആ ഭാഗത്തുള്ള ഒരു പോയിന്റ് ബി എന്ന് വിളിച്ച്. സോ നമുക്കിനി സിമ്പിളായി നമുക്ക് എന്ത് പറയാം? ടൈം ടേക്കൺ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി ആണ്. സോ ഇത് എത്ര ഡിസ്പ്ലേസ് ചെയ്തത്? എൻ്റെയും ബിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? L1 പ്ലസ് L2 ആണ് അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്. L1 പ്ലസ് L2. സോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് L1 പ്ലസ് L2 ഡിവൈഡ് ബൈ എത്ര വെലോസിറ്റിയിലാണ് ഈ പാർട്ടിക്കിൾ എ പോകുന്നത്? V1 മൈനസ് V2 വെലോസിറ്റിയിലാണ്. സോ V1 മൈനസ് V2 എന്ന് വരും. സോ ഇതാണ് റിലേറ്റീവ് വെലോസിറ്റിയുടെ ഒരു ഗുണം. ഇതാകുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. L1 പ്ലസ് L2 ഡിവൈഡ് ബൈ V1 മൈനസ് V2. സോ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നമുക്ക് നിർത്താം. റിലേറ്റീവ് വെലോസിറ്റി പാർട്ട് 2 ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇവിടെ നോക്കാം. ഫൈൻഡ് ടൈം ടേക്കൺ ബൈ എ ട്രെയിൻ ഓഫ് L1 meter long moving with a speed of V1 meter per second to cross another train of length L2 meter with a speed of V2 meter per second. സോ ഇവിടെ ഫിഗർ അവിടെ തന്നിട്ടുണ്ട്. ഇത് L1 മീറ്റർ, ഇത് L2 മീറ്റർ ആണ്. ഇത് V1, ഇത് V2. ഇത് ക്രോസ്, ഇങ്ങനെ പോകുന്നതിന് ക്രോസ് ചെയ്യാന്ന് പറയും. രണ്ടും സെയിം ഡയറക്ഷനിലാകുമ്പോൾ അത് ഓവർടേക്ക് ചെയ്യാം. ഇങ്ങനെ പോകുമ്പോൾ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാകുമ്പോൾ അത് ക്രോസ് ചെയ്യാന്ന് പറയും. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം നോക്കാം. L1 മീറ്ററിലുള്ള ആൾ മുമ്പോട്ട് വന്നിട്ടുണ്ടാവും. ഇതാണ് L1 മീറ്ററിലുള്ള ആൾ. L2 മീറ്ററിലുള്ള ആൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഇതാണ് L2 മീറ്ററിലുള്ള ആൾ. ഇതാണ് ക്രോസ് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും. സോ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. ഇത് ഞാൻ പോയിന്റ് എ ആക്കി എടുത്തു. എന്നിട്ട് ഇത് ഞാൻ എന്താക്കി? പോയിന്റ് ബി. ഈ ലെഫ്റ്റ് എൻഡിലുള്ള ആൾ പോയിന്റ്, ഈ ട്രെയിനിന്റെ റൈറ്റ് എൻഡിലുള്ള ആൾ പോയിന്റ് ബി. എന്നിട്ട് നിങ്ങൾ എന്താക്കാം? പോയിന്റ് ബിന്റെ പെർസ്പെക്റ്റീവ് നോക്കാം. പോയിന്റ് ബിന്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ പോയിന്റ് ബി എന്തിനാണുള്ളത്? റെസ്റ്റിലാണുള്ളത്. പോയിന്റ് എന്റെ വെലോസിറ്റി എന്താണുള്ളത്? പോയിന്റ് ബിന്റെ വെലോസിറ്റി V2 ഇങ്ങോട്ടേക്കാണുള്ളത്. സോ അത് റിവേഴ്സ് ചെയ്തിട്ട് എ കൊടുക്കാം. സോ എന്റെ വെലോസിറ്റി ഇങ്ങോട്ടേക്ക് V1 പ്ലസ് V2 ഉണ്ടാവും. ഓക്കെ. ഇനി ഇതിന്റെ ഇടയിലുള്ള ഈ ഡിസ്റ്റൻസ് എത്ര ഉണ്ടാവാം? L1 പിന്നെ ഇവിടെ L2. സോ L1 പ്ലസ് L2 ഉണ്ടാവും. മനസ്സിലായില്ലേ? സോ നമുക്ക് ഇത് സിമ്പിൾ ആയിട്ട് എന്ത് പറയാം? ഈ പോയിന്റ് എ V1 പ്ലസ് V2 വെലോസിറ്റിയിൽ L1 പ്ലസ് L2 ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്ത പോലെ. സോ ടൈം ടേക്കൺ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഉള്ളത് L1 പ്ലസ് L2 ഡിവൈഡ് ബൈ വെലോസിറ്റി ഉള്ളത് V1 പ്ലസ് V2. സോ ഓവർടേക്ക് ചെയ്യുമ്പോൾ V1 മൈനസ് V2 ആണ്. ക്രോസ് ചെയ്യുന്ന സമയത്ത് V1 പ്ലസ് V2 ആണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം.